യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെഗുലർ ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എൻ്റെ ദിവസം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. കുറേ നാൾ മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മാസത്തോളമായി ആ പോൾ ഇട്ടിട്ട്. അതിൽ ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് ആണോ ഫസ്റ്റ് വേണ്ടത്, അതല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ആണോ അടുത്ത് പോസ്റ്റ് ചെയ്യേണ്ടത് ചോദിച്ചിട്ട് കൂടുതൽ പേരും ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതിൻ്റെ എഡിറ്റിംഗ് പരിപാടിയിൽ ചെറുതായിട്ടൊന്ന് നിന്ന് പോയിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസിന്റെ വീഡിയോ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഇപ്പോൾ കുറച്ചായിട്ട് നേരത്തെ എണീക്കണില്ല, വൈകിട്ട് എണീക്കണില്ല, ഒരു ആവറേജ് ടൈമിലാണ് എണീക്കുന്നത്. അപ്പം അത് എണീറ്റ ശേഷം നമ്മൾ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ എല്ലാ റൂമത്തെ കർട്ടനൊന്ന് വലിച്ച് മേലേക്ക് വെക്കണം. അതന്നെയാണ് ഒരു രാവിലത്തെ ഒരു മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഈ കർട്ടനുകളൊക്കെ ഫസ്റ്റ് മേലേക്ക് വെച്ചാൽ തന്നെയാണ് നമുക്ക് വെളിച്ചവും അതുപോലെ തന്നെ കാറ്റൊക്കെ അകത്തേക്ക് വരുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എവിടേക്കും പോവാനില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ചടഞ്ഞു കുത്തി ഇരിപ്പാണ് ഇപ്പൊ കുറേ കാലമല്ല, കുറച്ച് നാൾ, ഒരു 2-2.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത് വന്നിട്ട്. അങ്ങനെ നമ്മൾ ചായ വെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ തന്നെയാണ് ചായയും കാപ്പിയൊക്കെ വെക്കുന്നത്. അങ്ങനെ ഉമ്മ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് ഇന്ന് സിമ്പിളായിട്ട് ഉപ്മാവ് മതി ഞങ്ങൾ തീരുമാനിച്ചു. ഇതാവുമ്പോൾ അധികം നേരം വിശന്നിരിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളാണ്, പെട്ടെന്ന് ആവും ചെയ്യും, നമുക്ക് പെട്ടെന്ന് ഫുഡും കഴിക്കാം. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പുറത്ത് പോവാനുണ്ട്. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് റേഷൻ കട വരെയാണ് പോകേണ്ടത്. ഈ മാസത്തെ അരിയോ എന്തോ വാങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടേക്കാണ് പോണത്. ഒന്ന് കറക്റ്റായിട്ട് പോകുന്ന നേരത്തെ വേറൊന്ന് കയറി വരിക എന്ന് പറയുന്നത് അതൊക്കെയാണ്. മുഖത്ത് കുരു ഒഴിഞ്ഞിട്ടുള്ള നേരമില്ലേ. പാലക്കാടുള്ളവർക്ക് അറിയാം, ചൂടെന്ന് പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഒരു രാവിലെ 11:30-12 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 3:30-4 മണി വരെയൊക്കെ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡിന്റെ പണി തുടങ്ങിയിട്ട് കുറെ നാളായി. വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കണു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാവും എന്നറിയില്ല. അങ്ങനെ നമ്മൾ ആദ്യം പോയത് നമ്മളെ ഒരു വർക്ക്ഷോപ്പിലേക്കായിരുന്നു. നമ്മുടെ സ്കൂട്ടീൻ്റെ ഫുഡ് റെസ്റ്റിൻ്റെ ഇത് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ബാക്കിലിരിക്കുന്നവർ കാല് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണ് സാധാരണ ഇരിക്കാറ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുക. അപ്പോൾ ആളെ ഓർഡറൊക്കെ കൊടുത്തിട്ട് ആളെ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ആ നേരം കൊണ്ട് റേഷൻ കട പോയിട്ട് വരാം. അപ്പോഴേക്കും ആൾ ഉച്ചയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടാക്കി. ഇവിടെ വന്നപ്പോൾ ആൾ കുറേ ആ ഒരു മെഷീൻ ഉണ്ടല്ലോ അതിലിങ്ങനെ കുറേ നോക്കിയിട്ട് പേരൊക്കെ ചോദിച്ച് നമ്മുടെ കൈ പ്രിൻ്റൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമുക്ക് സാധനങ്ങളൊക്കെ തരുള്ളൂ. അപ്പോൾ സാധനങ്ങൾ എന്ന് പറയാൻ മാത്രമായിട്ടൊന്നുമില്ല, അരിയാണ് മെയിനായിട്ട് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിലൊക്കെയാണ് ഉമ്മാടൊപ്പം അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വന്നിട്ട് അന്ന് മണ്ണെണ്ണ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മണ്ണെണ്ണയൊക്കെ എന്തോ നിർത്തലാക്കിയെന്ന് എന്തൊക്കെയോ പറയണോ, എന്താണോ എന്നറിയില്ല. അതുപോലെ തന്നെ അന്നൊക്കെ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു റേഷൻ കടയ്ക്ക് ആൾക്കാർ വരുന്നതും കുപ്പിയും പാത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഇപ്പോൾ അങ്ങനെയും തിരക്കൊന്നും ഇല്ല കേട്ടോ. അപ്പം എന്താണെന്നറിയില്ല. അങ്ങനെ അതപ്പം കണ്ട ഫിംഗർ വെക്കുകയാണ്. അപ്പം നമ്മുടെ അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അതിന് ശേഷമാണ് ആൾക്ക് ഇൻഫർമേഷൻ പോകുമ്പോഴാണ് ആൾ അവിടെ നിന്ന് അരി നമുക്ക് അളക്കാനും എടുക്കാനൊക്കെ തുടങ്ങുള്ളൂ. ഇതിപ്പോൾ എന്താണ് റേഷൻ കടയിൽ എങ്ങനെ അരി വാങ്ങാൻ വേണ്ടി പോകാന്നുള്ള വ്ളോഗാന്നായല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഇത്ര കൗതുകത്തോടെ പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ഞാൻ കുറേ കാലത്തിന് ശേഷം പോകുന്നത് കൊണ്ടാണ് ഇത്രയും എക്സൈറ്റ്മെൻറ്റ്. റേഷൻ കടയ്ക്ക് പോകുന്ന ആദ്യമായിട്ടായിരിക്കും എക്സൈറ്റ്മെൻ്റ് ഒക്കെ. അപ്പം ഞാൻ കവറൊക്കെ ആയിട്ട് സഞ്ചിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളതാക്കി. ഇനിയിപ്പോൾ അടുത്ത വേറെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഉമ്മ. അപ്പം നമുക്കൊന്ന് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. നല്ല വെയിലായതുകൊണ്ട് സ്വർഗ്ഗം കണ്ടിട്ടാണ് ഞങ്ങൾ ഓരോ ഭാഗത്തേക്കും പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് 2 പേര് ഹെൽമെറ്റ് ഇടുന്നതുകൊണ്ട് നല്ല സുഖമാണ്. വെയിലത്ത് ഹെൽമെറ്റൊക്കെ ഇട്ട് പോകാൻ വേണ്ട സേഫ്റ്റിയാണ്. അപ്പം ഞാൻ അരി വാങ്ങി നമ്മൾ നേരെ കണ്ട ഉച്ചയിൽ സൂര്യൻ വന്ന് കത്തുക എന്നൊക്കെ പറയണത് ഇതാണ്. ഈ ഒരു വീഡിയോ ഈ കുട്ടി ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഞാനാണെങ്കിൽ സൺസ്ക്രീൻ ഇടാൻ മടിച്ചിട്ട് ഞാൻ അത് ഇട്ടില്ല. അതുകൊണ്ട് ഞാൻ പൊള്ളലും മറ്റേ ഏൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മുഖം പൊത്തി വെച്ചിരിക്കണം. ഞങ്ങൾ വണ്ടി ഓട്ടാൻ തുടങ്ങിയപ്പം ഇപ്പം സാധനങ്ങൾ വാങ്ങാനും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ തന്നെയാണ് പോവല്. ഭയങ്കര രസമാണ്. ഞങ്ങൾ രണ്ടുപേരും കൊണ്ടിങ്ങനെ സംസാരിച്ചിട്ടും അതുപോലെ തന്നെ ചില നേരത്തൊക്കെ തല്ലൊക്കെ കൂടിയിട്ടായിരിക്കും പോവുക. ഞാൻ ഓട്ടാ നീ ഓട്ടിയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടിക്ക് ഇങ്ങനെ പോകണം. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അടുത്ത് തന്നെ എല്ലാ കടകളും ഉള്ളത് കൊണ്ട് നമുക്ക് അധിക ദൂരമൊന്നും, അതായത് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര അത്യാവശ്യ സാധനങ്ങൾ ഇവിടെ കിട്ടാതെ വരുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ടൗണിലേക്ക് അങ്ങോട്ട് പോവാറുള്ളൂ. വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കണോണ്ട് മിക്ക നേരവും ഫോൺ നോക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും മെയിൻ ആയിട്ടുള്ള പരിപാടി. അതിന് കുറെ ചീത്തകളും ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ
ഉമ്മ ഇവിടെ ഉച്ചക്കത്തെ ഫുഡിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് മാത്രം ഉള്ളതുകൊണ്ട് എന്തേലൊക്കെ കറി ഉണ്ടെങ്കിൽ നമ്മളത് തട്ടിമുട്ടി പോകും. ഇന്ന തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ കുറേ നാള് മുന്നേ ഉമ്മ ഉപ്പിലിട്ട നെല്ലിക്ക നമ്മൾ ആരും കഴിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ. അപ്പൊ അത് വെച്ച് ഞാനൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഉണ്ടാക്കാൻ തന്ന അച്ചാറായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറി ഉണ്ടാക്കി. ഇതിന്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണട്ടെ. എന്തായാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല. അങ്ങനെ ഉമ്മയുടെ പരിപ്പ് കറിയും ചോറും അച്ചാറൊക്കെ കൂടിയിട്ട് നല്ലൊരു മീൽസ് തന്നെ കഴിച്ചു. നല്ല വിശപ്പുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചാറിന്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ സാമു വന്നിട്ടുണ്ട്. അവള് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പൊ അവൾക്ക് അവള് ചായ കുടിക്കാത്തതുകൊണ്ട് ഞാൻ അവൾക്ക് നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നമ്മൾ 3 പേര് മാത്രമായതുകൊണ്ട് നമ്മുടെ 3 പേരുടെ മാത്രം മുഖം കണ്ട് എനിക്കിപ്പോ മതിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ കുറച്ച് തറവാട്ടിലേക്ക് പോകും. ഇപ്പൊ സമയം കൂടി വന്നപ്പോൾ സമയം പോയി എന്ന് വേണം പറയാം. അങ്ങനെ ഞാനും ഉമ്മയും കൂടി ചെറുതായിട്ടൊന്ന് നടന്നിട്ട് വരാൻ രീതിക്ക് ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ്. വെറുതെ ഞാൻ പറഞ്ഞു സമയം പോവണല്ലോ. നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഒരു ടേണിംഗ് ആണ് കേട്ടോ. ആദ്യം ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഭയങ്കര സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വന്ന് ഭയങ്കര വെളിച്ചും കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ട് പേടിയില്ലാതെ ഈ ഭാഗത്ത് കൂടെ നടക്കാം. ഞങ്ങളുടെ വീട് റോഡിന്നും അതുപോലെ തന്നെ ഉള്ളിലോട്ടായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല. പ്രത്യേകിച്ച് നെയ്ബേഴ്സ് എന്ന് പറയാൻ മാത്രമായിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ല. രാത്രി ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. ഈ ഒരു ഗ്ലാസ്സിൽ നാരങ്ങ വെള്ളം മാത്രം കുടിച്ചു. കാര്യം വിശപ്പ് ഉണ്ടായിരുന്നില്ല നേരത്തെ. അതുകൊണ്ട് നമ്മൾ നാരങ്ങ വെള്ളത്തിൽ ഒതുക്കി. കുറച്ചു മുന്നേ രാത്രികളിലൊക്കെ ഇങ്ങനെ ഈ IPL ഒക്കെ ഇരുന്ന് കാണലാണ് ഇവളുടെ പരിപാടി. ഇങ്ങനൊക്കെ തന്നെ എല്ലാവരുടെ വെക്കേഷനൊക്കെ കഴിയാറായില്ലേ. ഇനിയിപ്പോ എത്ര തന്നെ ഉണ്ട് സ്കൂളും കോളേജൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു കമന്റ് ചെയ്യാൻ. ഞങ്ങളെപ്പോലെ വെറുതെ വീട്ടിൽ തന്നെ ചടഞ്ഞോത്തിരിപ്പാണോ അതോ വെക്കേഷനായിട്ട് എവിടേക്കെങ്കിലൊക്കെ ട്രിപ്പ് പോയോ? ഞങ്ങളൊക്കെ വെക്കേഷൻ ട്രിപ്പ് പോയിട്ടുള്ള കാലം മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഒരു വെക്കേഷനിൽ ഒരു ട്രിപ്പ് പോവാന്നൊക്കെ വിചാരിക്കണം. അത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ട്രിപ്പിന്റെ വ്ളോഗും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ see you in next video.